പുലർച്ചെ 5 മണിക്കൊക്കെ ഊട്ടി ബസ് സ്റ്റാൻഡിൽ കൊടും തണുപ്പാണ്. ഇപ്പോൾ ഇവിടുന്ന് കിണ്ണക്കോരയിലേക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട്, അത് കിട്ടണം. ഊട്ടിയിൽ നിന്ന് ഒരു 10-67 കിലോമീറ്റർ അകലെ കുറേ പാടി ഫീൽഡുകളും ടീ പ്ലാന്റേഷനുകളും നല്ല ഡീപ്പ് ഫോറസ്റ്റും വൈൽഡ് ലൈഫിനെയൊക്കെ കണ്ട് അങ്ങനെ യാത്ര ചെയ്താൽ എത്തുന്ന ഒരു ട്രൈബൽ വില്ലേജാണ് ഈ കിണ്ണക്കോര. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു റൂട്ടാണ്. പക്ഷെ അവിടേക്ക് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും പോകാനുള്ള പെർമിഷൻ ഇല്ല. ആകെ ഈ പാടി ഫീൽഡിലെ ടീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അവിടെ പണിക്ക് പോകുന്ന ഒരു ബസ്സാണുള്ളത്. ആ ബസ്സിൽ എങ്ങനെയെങ്കിലും സീറ്റ് ഒപ്പിച്ചിട്ട് അവിടെ എത്താനേ പറ്റും. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. ബസ്സൊക്കെ കൃത്യസമയത്തിന് വന്നു, ഭാഗ്യത്തിന് സീറ്റും കിട്ടി. അത് നമ്മുടെ ബഞ്ചൂരൊക്കെ വഴിയാണ് അങ്ങോട്ട് പോവുക. ഭയങ്കര രസമുള്ള സ്ഥലം, പറയാൻ പറ്റില്ല. ആഭാർ ഫീൽ. ഒരു രാവിലെ ഇങ്ങനെ സൺറൈസിങ് വരുന്ന സമയത്ത് അവിടുത്തെ ഒരു ലൈറ്റ് മൂഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബ് തന്നെ. ഇതിനെ കൊടും വേനൽക്കാലമായിട്ടും കുളിരുകൊണ്ട് ബസ്സിൻ്റെ ഗ്ലാസ് ഒന്നും തുറക്കാൻ വയ്യ. എന്താ പച്ചപ്പ്! കൊടും വേനൽക്കാലത്തും ഇങ്ങനെ പച്ച പൊടിച്ച് കിടക്കാണ് കിണ്ണക്കോര മലനിരകളൊക്കെ. മഞ്ചൂരിയൻ ഇഡ്ഡലി കഴിക്കാൻ അതിരാവിലെ പോകണം കേട്ടോ, ഉച്ചക്ക് പോയിട്ട് കാര്യമല്ലേ. മോർണിംഗിൽ ഒരു 5:30 ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്താം. തണുപ്പൊക്കെ ഉണ്ടാവും, ഉറപ്പാക്കണ്ട. പഴയ ഭരതൻ്റെ സിനിമയിലൊക്കെ കാണുന്ന ലൊക്കേഷൻ്റെ കറക്റ്റ് ഫ്രെയിമാളാണ്. മഞ്ചൂർ ഇറങ്ങിയപ്പോഴാണെങ്കിലോ പറയാനും വയ്യ. ആ കുളിരും അമ്പലത്തിലെ രാവിലത്തെ പാട്ടും എല്ലാം കൂടി വല്ലാത്തൊരു സ്പിരിച്വൽ ലെവലിൽ ഒക്കെ ഇങ്ങനെ നമ്മൾ പൊങ്ങി പോകുന്നൊരവസ്ഥയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല. ആ തമിഴ് ശൈലിയിലുള്ള 2 ഐറ്റം ചട്നി, ആ പൊട്ടുകടലേക്ക് അരച്ച ചട്നിയും ഒരു അടിപൊളി സാമ്പാറും വലിയ 3 ഇഡ്ഡലി, നല്ല ഉഴുന്നിലുണ്ടാക്കിയ 3 ഇഡ്ഡലി. എമ്മാരി ബ്രേക്ക്ഫാസ്റ്റാണെന്ന് പറയും. പുറമെ അവിടുത്തെ തേയില കൊണ്ട് ഉണ്ടാക്കിയൊരു സൂപ്പർ സുലൈമാനി കണ്ടില്ല നിങ്ങൾ. പാലൊക്കെ കർഷകരെടുത്തുനിന്ന് അവിടെ വന്ന് കളക്ട് ചെയ്യും തമിഴ്നാട്ടിൽ. നമ്മളിവിടെ സൊസൈറ്റിയിൽ അവിടെ കൊണ്ടേ കൊടുക്കണം. അതാണ് തമിഴ്നാട് സർക്കാർ നമ്മളെ സർക്കാർ തമ്മിലുള്ള വ്യത്യാസം. നമ്മളെ പാലക്കാട് രാമശ്ശേരി ഇഡ്ഡലിനൊക്കെ കടത്തി വെട്ടും. ഇവിടെ കൃഷി ചെയ്ത പച്ച ഉഴുന്നിൻ്റെ ടേസ്റ്റ് എമ്മാരി ഇഡ്ഡലി. അതാണ് മഞ്ചൂരിയൻ ഇഡ്ഡലി. നമ്മളെ നാട്ടിലെ പുളിച്ച ഇഡ്ഡലി അല്ലാതെ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം. പിന്നെ ഒരു 2 ഐറ്റം ചമ്മന്തി ഉണ്ട്.